അപ്പോൾ നമ്മളെ വാക്കുകൾ എപ്പോഴും അത് സത്യമായ വാക്കുകളാവണം. സത്യം നമ്മൾ പറയാൻ പാടുള്ളൂ. ഏതെങ്കിലും നിലക്കുള്ളതായ ജനങ്ങൾ മുന്നിൽ നിന്ന് കഴിച്ചിലാവാനോ അല്ലെങ്കിൽ അവരെ സംതൃപ്തരാക്കാനോ അല്ലെങ്കിൽ നമുക്ക് മറ്റു വല്ല കാര്യങ്ങൾ അവരിൽ നിന്ന് ലഭിക്കപ്പെടാനോ കെതിവിനെ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. സത്യത്തിൻ്റെ മേൽ മാത്രം നിന്ന് പാടുന്ന വലിയ ഇഖ്ലാസ് ഫിൽ അഅ്മാൽ. മറ്റൊന്ന്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ യഥാർത്ഥ ഇഖ്ലാസിൽ നമ്മൾ ഉണ്ടാക്കി തീർക്കണം. അൽ അഅ്മാലു സുവറുൻ ഖായിമാണ്. പ്രവർത്തനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന ഒരു രൂപങ്ങളാണ്. അതിൻ്റെ ആത്മാവ് അത് ഇഖ്ലാസാണെന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ മാത്രം, അള്ളാഹുവിൻ്റെ വജ്ഹിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടിട്ട് മറ്റുള്ള ആളുകളിൽ നിന്ന് ഏതെങ്കിലും നിലക്കുള്ള പ്രശംസ നമുക്ക് ലഭിക്കപ്പെടട്ടെ എന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും താല്പര്യങ്ങൾ ലഭിക്കപ്പെടാൻ വേണ്ടിയോ ആ ഉദ്ദേശം ഒന്നും ഇല്ലാത്ത നിലക്കുള്ള പ്രവർത്തനങ്ങളാവണം നമ്മുടെ പ്രവർത്തനം. ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ആ പണ്ഡിതന്റെ പ്രവർത്തനം ആ നിലക്കുള്ളതായ ഇഖ്ലാസോട് കൂടിയുള്ള പ്രവർത്തനമാണ്. നമ്മുടെ മുൻഗാമികളായ മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ടുള്ള വിശുദ്ധ ഖുർആനിൽ തന്നെ ഉലൈകല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ആ മുൻഗാമികളാവുന്ന ഈ ദീനി രംഗത്ത് ഇവിടെ പ്രബോധനം നടത്തിയതായ മഹത്തുക്കൾ അവരുടെ സ്വഭാവ ഗുണങ്ങൾ പൂർണ്ണമായും കൊണ്ടും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം. അതൊരു പ്രബോധനങ്ങൾക്ക് ആവശ്യമാണ്. നമ്മളിപ്പോൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ പിന്നിലാണ് നടന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേകമാവുന്നതായ ഒരു സംവിധാനത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനം നമുക്ക് വിജയിക്കപ്പെടുന്ന രൂപത്തിലാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് അതിൻ്റെ മുൻഗാമികളാവുന്ന മഹത്തുക്കൾ അവർ സ്വീകരിച്ചതായ ആ നിലപാടുകൾ, അവർക്കുള്ളതായ ആ സ്വഭാവ ഗുണങ്ങൾ അത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതാണ് ഇഖ്ലാസ് വൽ ഇഖ്ലാസ് ഫിൽ അഅ്മാൽ. സർവ്വ പ്രവൃത്തികളും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വജ്ഹിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാവണം നമ്മൾ ചെയ്യേണ്ടത്. അത് മാത്രം പോരാ, ഫിൽ അഹ്വാൽ, നമ്മുടെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ഓരോ ചലനങ്ങളിലും നമ്മൾക്ക് എന്തുണ്ടാവണം? വളരെ വിശുദ്ധമാവുന്നതായ സ്വഭാവ ഗുണങ്ങളെ നമ്മൾ സ്വീകരിച്ചു കൊണ്ടാവണം. ഈ നിലക്ക് പ്രവർത്തിച്ചാലേ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രവർത്തനം അവൻ വിജയിക്കും. ഈ നിലക്ക് പ്രവർത്തിച്ചാൽ മഹാന്മാരോടുള്ളതായ സാമീപ്യവും അവരോട് ചെന്നെത്താനും അവരെ മാർഗത്തിൽ അവർ ചെയ്തതുപോലെ ചെയ്യാനൊക്കെ നമുക്ക് കഴിയും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ തൃപ്തിയിലേക്ക് നമുക്ക് എത്തിച്ചേരാനും കഴിയും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭൗതികമാവുന്ന താല്പര്യങ്ങൾക്ക് വേണ്ടി ആവരുത് നമ്മുടെ ഈ ദീനിയാവുന്ന പ്രവർത്തനങ്ങളൊക്കെ. താല്പര്യങ്ങൾ സാധിപ്പിക്കപ്പെടും, സാധിപ്പിക്കപ്പെടാതിരിക്കണം. ഭൗതികമാവുന്ന സുഖ സൗകര്യങ്ങൾ അത് നമ്മുടെ ലക്ഷ്യമല്ല, അത് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയല്ലേ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം? അങ്ങനെ വരും ചെയ്യും, പോവുകയും ചെയ്യും. പക്ഷെ ഒരു പണ്ഡിതൻ യഥാർത്ഥ പണ്ഡിതനായിക്കൊണ്ട് ജീവിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാൻ, വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനല്ലേ? തഖ്വയോടുകൂടി ജീവിക്കുക. അപ്പോൾ ഇത് വിശുദ്ധമാവുന്ന ഇൽമ്, ആ ഇൽമിൻ്റെ വാഹകരാണ് നമ്മൾ. നമ്മുടെ മുൻഗാമികളാവുന്ന ആളുകളൊക്കെ എത്രമാത്രം പ്രയാസങ്ങളാണ്. മഹാനാവുന്ന അബൂ അയ്യൂബുൽ അൻസാരി തങ്ങൾ മദീനത്തു നിന്ന് ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി മൂപ്പർ മിസ്റിലേക്ക് പോയതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ മിസ്റിലേക്ക് പോയപ്പോൾ ഉഖ്ബത്ത് ബിൻ നാഫി എന്നവരിൽ നിന്ന് ഒരു ഹദീസ് അവരെ കൈവശമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ വേണ്ടി പ്രയാസപ്പെട്ട് മിസ്റിലെത്തി. അവിടുന്ന് ആ വാഹനത്തുമ്പോൾ നിന്നുകൊണ്ട് തന്നെയാണ് മൂപ്പർ ഹദീസ് കേട്ടത്. എന്നിട്ട് പിന്നെ അവിടെ താമസിച്ചില്ല, ഇവിടെ തന്നെ മദീനത്തേക്ക് തിരിച്ചു വന്നു. അപ്പോൾ പ്രയാസങ്ങളാണ് ഏറ്റവും അധികം ഇൽമിനിക്ക് വേണ്ടത്. നമ്മൾ എന്ത് പ്രയാസങ്ങളും സഹിക്കാൻ ഇൽമിൻ്റെ മേഖലയിൽ നമ്മൾ തയ്യാറാവണം. സുഖ സൗകര്യങ്ങളല്ല, ഭക്ഷണം വേണ്ടെന്നല്ല ഈ പറഞ്ഞിട്ട് അർത്ഥം. മഹാന്മാരാവുന്ന നമ്മളെ മുൻഗാമികളൊക്കെ ഇൽമ് പഠിച്ചത് അവർ ചിലപ്പോൾ ഭക്ഷണത്തിന് ചെല്ലുന്ന വീട്ടിൽ, നമ്മളെ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മുമ്പുള്ള നമ്മളെ ഉസ്താദന്മാർ, നമ്മൾക്കൊക്കെ കിതാബ് ഓതി തന്ന മഹാന്മാർ, അവരവരുടെ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ പറയലുണ്ട്. അവർ ഭക്ഷണത്തിന് ചെല്ലുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ വീട്ടുകാരൻ പറയാണ്, ഒരു ചക്കരട്ട കട്ടൻ ചായ ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു ഉസ്താദെ, കുട്ടി കരഞ്ഞപ്പോൾ അവൾക്ക് അവനക്കോ അല്ലെങ്കിൽ അവൾക്കോ കൊടുത്തു, അതുകൊണ്ട് അതുമില്ല. ഉച്ചക്ക് ഭക്ഷണത്തിൽ ചെല്ലുമ്പോഴുള്ള അവസ്ഥയാണത്. എന്നിട്ട് തിരിച്ചു വരികയാണ്. അപ്പം അത്രമാത്രം പ്രയാസങ്ങളൊക്കെ അവർ സഹിച്ചു. എന്തിനു വേണ്ടി? അത് വിശുദ്ധമാവുന്ന ഇൽമിനെ കരസ്ഥമാക്കാൻ വേണ്ടി. മഹാനാവുന്ന ഇബ്നു സീനാനെ സംബന്ധിച്ച് പറയലുണ്ട്, അദ്ദേഹം പഠിക്കുന്ന കാലത്ത് പഠിക്കുന്ന സമയത്ത് ഒരു പൂർണ്ണമായ രാത്രി മൂപ്പര് ഉറങ്ങിയിട്ടില്ല എന്ന. പകൽ മുഴുവനും മുത്താലയിലും മറ്റുമായിട്ട് അധ്വാനത്തിലായിരുന്നു. മഹാന്മാരാവുന്ന ആളുകൾ അവർ കിതാബോധി പഠിച്ചിരുന്ന കാലത്തിൽ മഹാനാവുന്ന ഇമാം നവവി തങ്ങൾ പോലുള്ളവരൊക്കെ വളരെയധികം പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഭക്ഷണമില്ലാത്ത
ആളുകൾ തിന്നിട്ട ഈത്തപ്പല കുരുവിൻ്റെ അതിലുള്ളതായ ആ പാട വലിച്ചു തിന്നുകൊണ്ടൊക്കെ ജീവിച്ചവരാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധമാവുന്ന ഇൽമിനെ അഭ്യസിക്കാൻ വേണ്ടിയിട്ട് അത്ര പ്രയാസങ്ങൾ സഹിച്ചവരാണ് അവരൊക്കെ. അപ്പൊ പ്രയാസങ്ങൾ സഹിക്കാൻ നമ്മൾ തയ്യാറാവണം. അതോടൊപ്പം ഇത് ആരിലേക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കപ്പെടേണ്ട ഒന്നല്ല. മഹാന്മാർ പറയലുണ്ട് അപ്പൊ അത് സ്വഭാവ ഗുണങ്ങൾ നോക്കി വിശുദ്ധമാവുന്ന ഇൽമിനെ സ്വീകരിക്കപ്പെടാൻ പറ്റുന്നതായ ഹൃദയം, അതിനുള്ളതായ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് അങ്ങനത്തെവരെയാണ് നമ്മൾ എന്താക്കേണ്ടത്, ഈ രംഗത്ത് കൊണ്ടുവരേണ്ടത്. മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കേണ്ടെന്നല്ല പറയുന്നത്. ആര്യമായി കൊണ്ട് വരേണ്ടവർ ആരാണ്? ഈ നിലക്കുള്ള സ്വഭാവ ഗുണം. അല്ലാഞ്ഞാൽ ഇൽമിനെ അവൻ ദുരുപയോഗപ്പെടുത്തും, യാതൊരു സംശയമില്ല. അതാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇൽമിനെ ദുരുപയോഗപ്പെടുത്താം. അപ്പൊ ഇൽമിനെ നമ്മൾ അല്ലാഹുവിന്റെ വജീന് വേണ്ടി പഠിക്കുക. വേറെ താല്പര്യങ്ങൾ അവയുന്നതിന്റെ പിന്നിൽ നമ്മൾക്ക് ഉണ്ടാവേണ്ടത് ആ നിലയ്ക്ക് ഇൽമിനെ പഠിച്ചുകൊണ്ടിട്ട് ആ ഇൽമിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടി നമ്മൾ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദജ്ജാൽ അല്ലാത്ത ചിലതിനെയാണ് ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത്. ദജ്ജാൽ ഇവിടെ വരും. ദജ്ജാൽ പല നിലക്കുള്ളതായ ഫിത്നകളും പല ദജ്ജാലുകളും വരുന്നല്ലേ. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ ദജ്ജാലിങ്ങൾ ഉണ്ടാവും. അവസാനം വേറൊരു രൂപത്തിലുള്ള ദജ്ജാൽ വരും. അതൊക്കെ വരും. അപ്പൊ ദജ്ജാലിനല്ല ഞാൻ നിങ്ങൾ പേടിക്കുന്നത് ഇതാ. എനിക്ക് ഏറ്റവും പേടി ദജ്ജാൽ അല്ലാത്തതിനെയാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു സഹാബത്ത്, അതെന്താ എനിക്ക് അങ്ങനെ പറയാൻ കാരണം? ദജ്ജാലിനല്ല പേടിക്കുന്നത്, ദജ്ജാൽ അല്ലാത്തതിനെയാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ബാഹ്യമായ നിലക്ക് നന്മകളിൽ നിന്ന് തോന്നിപ്പിക്കുന്ന നിലക്ക് പ്രവർത്തിക്കുന്ന ആളുകൾ. അപ്പൊ നന്മകളെ കൊണ്ട് അവൻ എന്താക്കുക? പൊതിയ ജനങ്ങളിലേക്ക് അവൻ നന്മന്റെ ആളാണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കുക. അങ്ങനത്തെ എത്ര ആളുകളാണെന്ന് അറിയോ? അവർ ഈ ഉമ്മത്തിലേക്ക് ഏറ്റവും അധികം നാശം ഉണ്ടാക്കുന്നവനാണ് മി മുജാഹിദിൻ ബിൽ ഫിസ്ഖ്. തമ്മാടിത്തരം കൊണ്ട് പരസ്യമായി ചെയ്യുന്നവനേക്കാൾ, തമ്മാടിത്തരം പരസ്യമായി ചെയ്തവനാണെങ്കിൽ അവന്റെ പിന്നിൽ ആരും കൂടില്ല. നേരെ മറിച്ച് നന്മകളെ കൊണ്ടിട്ട് അത് മറയാക്കാം, ആ നന്മകൾ മറയാക്കിക്കൊണ്ട് ജീവിക്കാം. അപ്പൊ ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പണ്ഡിതന്മാരാണ്. നമ്മുടെ ഉള്ളും പുറമൊക്കെ നന്മകൾ തന്നെ ആവണം. ആ നന്മകളെ പുറത്ത് കാണിച്ചുകൊണ്ട് ഉള്ളിൽ മറ്റൊരു സ്വഭാവം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നമുക്ക് പാടുള്ളതല്ല പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് ഈ രാജ്യത്തുള്ള ഈ ഉമ്മത്തിന്റെ ഇടയിലുള്ള ഈ ഐക്യവും ഈ സ്നേഹവും സന്തോഷമൊക്കെ അത് കാത്തു സൂക്ഷിച്ചുകൊണ്ടാവണം നിങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിലേക്ക് അതിൻ്റെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നതായ പല മേഖലകളുണ്ടാവും. അതിന് നേതൃത്വ സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയും. അതിൻ്റെ മറ്റുള്ള ഉപസംഘടനകളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനെ അതിനോട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖലകളിലൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ശക്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതോടൊപ്പം നിങ്ങൾ പഠിച്ചതായ ഈ സ്ഥാപനത്തിനോട് നല്ല ദീനിന്റെ എല്ലാ സ്ഥാപനത്തിനോടും നിങ്ങൾ നന്ദിയുള്ളവരാവുകയും വേണം. മുമ്പൊരു വയസ്സുള്ള സ്ത്രീ അവര് നടന്നു പോകുമ്പോൾ ആ സ്ത്രീ ഒരു ചന്നായിക്കുട്ടീനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ചന്നായിക്കുട്ടി ഇങ്ങനെ കാര്യമാണ്. അപ്പൊ ഈ ചന്നായിക്കുട്ടീനെ എടുത്ത് കൊടുത്ത് ആടിൻ്റെ ഒപ്പം കൊടുത്ത് വെള്ളം കൊടുത്തു, ആടിൻ്റെ ഒപ്പം കൊടുത്ത് ആടിൻ്റെ പാല് കുടിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞ് ചെന്നായി വലുതായപ്പോൾ ചെന്നായിക്ക് തോന്നി, ഞാൻ ഈ ആടിൻ്റെ ഒപ്പം ഒരാടായി ജീവിക്കേണ്ടവനല്ല, ഞാൻ ഈ ആടുകളെ പിടിച്ചു തരുന്ന ആളാണ്. അപ്പൊ തന്നെ ഒരു ആടുകുട്ടിനെ കയറി പിടിച്ചുതാ. അപ്പൊ ഈ ഉമ്മാമ പറഞ്ഞു, ബഖർത സുവൈഹത്തി വഫജഅത ഖൽബി വഅൻത ലിശാതിന വലദുൻ റബീബു റബിഅത ബിദരിഹ വറബീത ഫീന ഫമൻ അബ്ബാക അന്ന അബാക ദീബൂൻ. ഞാൻ ഈ ആടിന്റെ പാലെന്നല്ലേ നിന്നെ വളർത്തിയത്, ഈ ആടിന്റെ ഒരു വളർത്തുപുത്രനല്ലേ നീ. ആ ആടിന്റെ ഇപ്പോൾ നിന്റെ തന്ത ഈ ചന്നായിയാണെന്ന് എനിക്ക് ആരെ പറഞ്ഞു തന്നു? എൻ്റെ ആടുകുട്ടിൻ്റെ ആ വയറ് കടിച്ചു തിന്ന് ആ ആടുകുട്ടിനെ നീ കൊന്നില്ലെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിനോട് നമ്മൾ നന്ദിയുള്ളവരാവണം. പഠിക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ചതായ സംഘടനകളോട് നമുക്ക് നന്ദിയുള്ളവരാവണം. ഏതൊരു സംഘടനയുടെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ അതിൻ്റെ അഡ്രസ്സിലാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ആ ബോധം നമ്മൾക്കുണ്ടാവണം. അതാണ് ഞാൻ പറഞ്ഞത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘടനകളോടും നിങ്ങൾ ഈ പഠിച്ച ഇവിടുത്തെ ഈ മഹത്താവുന്ന ഈ സ്ഥാപനത്തിനോട് മാത്രമല്ല, ഏതെല്ലാം സ്ഥാപനവുമായി കൊണ്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ആരൊക്കെ നിങ്ങൾക്ക് സൗകര്യം ചെയ്തിട്ടുണ്ടോ, ഇവരോടൊക്കെ നന്ദിയുള്ളവരാവണം. ആ നിലക്ക് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലുള്ള ഈ ഐക്യം അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി ആരും ശ്രമിക്കരുത്. അതൊരു കാലത്തും നിങ്ങളിൽ നിന്ന് ആ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. അപ്പൊ ഈ ഉമ്മത്തിന്റെ ഐക്യമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിട്ട് നിങ്ങൾ ചെല്ലുന്നതായ മഹല്ലുകളിൽ വിശുദ്ധമാവുന്നതായ ദീൻ അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്നതായ ഈ ആശയാദർശങ്ങൾ അതിന് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും നിങ്ങൾ പഠിച്ചതായ സ്ഥാപനങ്ങളോടും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സഹായിച്ചവരോടൊക്കെ എന്നും നന്ദിയുള്ളവരായി കൊണ്ടിട്ട് വിശുദ്ധമാവുന്ന ദീനിന്റെ ആ ശരിയായ വാഹകരായി, അതാണ് ശരിയായ വാഹകരാവുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ സ്വഭാവത്തിലാവണം, തഖ്വ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ ആവണം.
കളവ് പോലത്തെ മറ്റുള്ളതായ ദുസ്വഭാവങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. അങ്ങനെയാണോ? ഓരോരുത്തർക്കും അവരുടെ കാര്യത്തിന് വേണ്ടി എന്ത് ഉള്ളു പറയാനും ആരും തയ്യാറാണ്. അങ്ങനെയാണൊന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ തയ്യാറാവരുത്. നമ്മളെപ്പോഴും സത്യം പറയാൻ പാടുള്ളൂ. ദുർമഹൽ ഹക്കായി സുധാരണ, സത്യം എവിടെ ഉള്ളത് അതിൻ്റെ ഒപ്പേ കൂടാൻ പാടുള്ളൂ, അല്ലാത്തടത്തേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ. അപ്പൊ ആ നിലക്ക് സത്യം മാത്രമേ, സവാഭാവുന്ന വാക്കുകൾ മാത്രമേ നമ്മൾ ഈ നിലക്ക് നിങ്ങൾ അള്ളാഹുവിനിക്ക് തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ വാക്കുകളിലും ഒക്കെ സത്യത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ആ സത്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ യുസ്രിയലക്കും അഅ്മാലക്കും, നിങ്ങൾ അമലുകൾ ശരിയായി പോകണമെങ്കിൽ ഇങ്ങനെ വേണം. യഗ്ഫിറുലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷം പുറത്തു തരും. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. അള്ളാഹുവിനിക്ക് വഴിപ്പെടണം, അള്ളാഹുവിന്റെ റസൂലിനിക്ക് വഴിപ്പെടണം. ആ വഴിപ്പെട്ട സ്വഭാവത്തിൽ വഴിപ്പെട്ടാൽ ഫഖദ് ഫാസ ഫൗസൻ അളീമ, അത് ഉന്നതമാവുന്ന വിജയത്തിലേക്ക് കാരണമായി തീരും. ഉന്നതമാവുന്ന വിജയം നമുക്കുണ്ടാവും. ആ നിലക്ക് ജനങ്ങൾ അംഗീകരിക്കണ പണ്ഡിതന്മാരായി തീരണം. നമ്മൾ എന്തെങ്കിലും ഭൗതികമാവുന്ന താല്പര്യത്തിന് വേണ്ടി നമ്മളെ ഇൽമിനെ വിൽക്കുന്നതായ സ്വഭാവം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. അത് ഭൗതികമാവുന്ന പല ആവശ്യങ്ങളും നമുക്കുണ്ടാവും. ആ ആവശ്യങ്ങൾക്ക് നമ്മളെ ഇൽമിനെ ഉപയോഗപ്പെടുത്തരുത്. അപ്പൊ ഇൽമിനെ നിങ്ങൾ വിറ്റുകൊണ്ടിട്ട് അങ്ങനെ വന്നാൽ പിന്നെ സ്വർഗത്തിന്റെ വാസന പോലും ആസ്വദിക്കാൻ കഴിയില്ല എന്നല്ലേ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ നിലക്ക് നിങ്ങളിൽ നിന്നുണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങൾ യഥാർത്ഥ ഒരു പണ്ഡിതനിക്ക് ഉണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങളാവണം. ആ യഥാർത്ഥ പണ്ഡിതന്മാരിൽ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട കാര്യങ്ങൾ ഏതൊക്കെയെന്നുള്ളത് നിങ്ങൾ പഠിച്ചതാണ്. ആ നിലക്ക് നിങ്ങൾക്കുള്ള ഉസ്താദന്മാരോടും അങ്ങനെയുള്ള വേണ്ടത്. ലാ യസാലു നാസു ഫീ ഖൈറിന മാ തഫാദലൂൻ. ഞങ്ങൾ പരസ്പരം ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായിക്കൊണ്ട് ജീവിക്കുമ്പോൾ ഇവിടെ നല്ല കാലഘട്ടം തന്നെയായി. നേരെ മറിച്ച് ഫൈൻ തസാവൂ യഹ്ലികൂന, എല്ലാവരും സമന്മാരാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ അത് നാശത്തിന്റെ തുടക്കമായി. അപ്പൊ നമ്മളെല്ലാവരും സമന്മാരല്ല, ഒരിക്കലുമല്ല. വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. വാപ്പിയും മകനും തമ്മിൽ വ്യത്യാസമുണ്ട്, ഉസ്താദും ശിഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ട്, ഉസ്താദിന്റെ ഉസ്താദും ശിഷ്യന്മാരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ആ നിലക്ക് ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കളെയും ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികളെയും ബഹുമാനിക്കപ്പെടേണ്ട സ്ഥലങ്ങൾ ഇതൊക്കെ ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ആദരവ് ബഹുമാനമൊക്കെ നമുക്ക് ഉണ്ടാവണം. ആ ആദരവ് ബഹുമാനം ഇല്ലാത്ത നിലക്ക് നമ്മൾ ഇൽമുണ്ടായിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ലാഹു മലായിക്കത്തിനോട് പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? അദബ് ബഹുമാനം ഇല്ലാത്ത നിലക്കുള്ള ഇൽമുകൊണ്ട് ഒരു കാര്യമില്ല എന്ന്. അതുകൊണ്ട് ആദം നബിക്ക് നിങ്ങൾ സുജൂദ് ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ സുജൂദിന് കേൾക്കാത്ത ഒരുത്തണ്ട്, അവനാണ് ഇബ്ലീസ്. അവനത് കേട്ടില്ല. കാരണം എല്ലാ അറിവുകളും ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അത് മലക്കുകളെ മുന്നിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവതരിപ്പിച്ചു. അപ്പൊ ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പോകുന്നു. അള്ളാഹ് പറഞ്ഞാൽ ആർക്കും സുജൂദ് ചെയ്യാം, ആദം നബിക്ക് എന്നല്ല ആർക്കും സുജൂദ് ചെയ്യാം. മനുഷ്യർക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് അറിയാത്തപ്പോഴാണ്. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ അള്ളാഹു പറഞ്ഞതുകൊണ്ട് ആദം നബിക്ക് തന്നെ സുജൂദ് ചെയ്യാൻ. ഇവന് തോന്നിയത് ഒരു മോശമുള്ളത്. കാരണം അവൻ പറഞ്ഞ ന്യായം എന്താ? ഖലഖ്തനീ മിൻ നാർന, ഞാൻ തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഓ ഖലഖ്തഹു മിൻ തീൻ, അദ്ദേഹം മണ്ണിലാണ് സൃഷ്ടിക്കപ്പെട്ടവനാണ്. ആ മണ്ണും തീയും കൂടെ നോക്കുമ്പോൾ മണ്ണിനിക്കല്ല തീയിനിക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് അവന്റെ യുക്തി കൊണ്ട് കണ്ടുപിടിച്ചു. പക്ഷെ അത് തെറ്റായിരുന്നു. കാരണം തീയിന്റെ സ്വഭാവം എന്താ? സാധനത്തിന് നശിപ്പിക്കലാണ്. മണ്ണ് സാധനത്തിനെ ഉണ്ടാക്കി തീർക്കുകയാണ് മണ്ണ് ചെയ്യണത്. അപ്പൊ തീയിനേക്കാൾ വലുത് മണ്ണാണെന്ന് മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ല. ആ നിലക്കുള്ള ഒരു തലച്ചോറായിരുന്നു അവനക്ക് ഉണ്ടായിരുന്നത്. അവൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് സുജൂദ് ചെയ്യില്ല. അപ്പൊ ബഹുമാനം ആദരവ് എപ്പോഴും ഉണ്ടാവണം. അത് ദീനിന്റെ അടിസ്ഥാനം. ദീനിന്റെ ഷിആറുകൾ പലതുണ്ട്. അത് സ്ഥലങ്ങൾ ദീനിന്റെ ഷിആറുകളാണ്. അങ്ങനല്ലേ? ചില സ്ഥലങ്ങൾ ദീനിന്റെ ഷിആറുകൾ അടയിക്കാറും അവിടെ ബഹുമാനിക്കാനും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു പോകുമ്പോൾ ബൈത്തുൽ അഹ്മിൽ എത്തിയപ്പോൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു ജിബ്രീൽ സല്ലല്ലാഹു റകഅത്ത്, 22 റകഅത്ത് നിസ്കരിക്കുക. ഉടനെ തന്നെ ജിബ്രീൽ അതിന്റെ കാരണം പറഞ്ഞു. അതാ ബൈത്തുൽ അഹ്മീൻ, ഇത് ബൈത്തുൽ അഹ്മീൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഫീഹി വുലിദ ഈസ, അവിടെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ സ്ഥലത്തിന് എനിക്കൊരു പുണ്യമുണ്ട്. മഹാനാവുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ട സ്ഥലമായതുകൊണ്ട് അങ്ങനെ വിശുദ്ധമാവുന്നതായ മഹാന്മാരോട് ബന്ധപ്പെട്ടതായ ഏതെല്ലാം വിശുദ്ധന്മാരോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളുണ്ടോ അതിനൊക്കെ പുണ്യമുണ്ടെന്ന് വിശ്വസിക്കണം. ഇതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം. അതാ അതിന്റെ അടിസ്ഥാനം. അതാണ്. സ്ഥലങ്ങൾക്ക് ഉള്ളതുപോലെ തന്നെ സമയങ്ങൾക്കും ചില പുണ്യങ്ങൾ ഉണ്ടാവും. ചില സമയങ്ങൾ പ്രത്യേകമായി സമയങ്ങളായിരിക്കും മറ്റു ചില സമയങ്ങളേക്കാൾ. ആ സമയത്തിനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ ആ സമയങ്ങളിൽ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാം. വെള്ളിയാഴ്ച ഒരു പ്രത്യേക സമയമുണ്ട് എന്ന് പറഞ്ഞു. മിഅ്റാജിന്റെ രാത്രി പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ്. ആ സമയം വളരെ പുണ്യമായ സമയമാണ്. ആ സമയത്തിന് നമ്മൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം. ആ ദിവസത്തിന് നമ്മൾ അതിന്റെ പിറ്റേ ദിവസം നമ്മൾ നോമ്പ് വിൽക്കണം. എന്താ കാരണം? ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം. അപ്പം പിന്നെ നോമ്പ് വിൽക്കാനുള്ള ഹദീസ് അത് പോരാന്നുള്ളതാണ്. ഇപ്പോൾ മുജാഹിദ് പക്ഷത്തിൻ്റെ ഒക്കെ ഹദീസ് കുഴപ്പമുണ്ട്. ഹദീസ് കൊണ്ടല്ല നമ്മൾ നോമ്പ് വിൽക്കുന്നത്. ഹദീസല്ലേ നമ്മൾ അതിന്റെ തെറ്റിൽ ഇതിന്റെ ഷിആറുകൾ ആദരിക്കാം. എങ്ങനെ ഇതിന്റെ ഷിആറുകൾ ആദരിക്കേണ്ടത്? അത് ഇബാദത്ത് കൊണ്ടാണ്. റസൂലുള്ളാഹിനോട് മൂസ നബി ഈസ നബി ജനിച്ച സ്ഥലത്തെത്തിയപ്പോൾ സല്ലല്ലാഹു റകഅത്തൈനി എന്ന് പറഞ്ഞു. അപ്പൊ എന്നതുപോലെ മിഅ്റാജ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സംഭവമാണ്. ഇന്നേക്ക് നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു സംഭവമാണല്ലോ അന്നുണ്ടായിട്ടുള്ളത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹിരാകാശ സഞ്ചാരം നടത്തിയിരുന്നു. നമുക്ക് ഉറപ്പാണ് റസൂലുള്ളാഹി പോയത് റസൂലുള്ളാഹിന്റെ ആത്മാവ് മാത്രമല്ല, റസൂലുള്ളാഹിന്റെ ജസദും കൂടി പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നത്. അന്ന് വിശ്വസിക്കാൻ പലർക്കും മടിയുണ്ടായിരുന്നു. ആ വിശ്വാസത്തിൽ നിന്നാണ് മുജാഹിദ് പക്ഷത്തിനൊക്കെ ഉണ്ടായത്. റസൂലുള്ളാഹിന്റെ ആത്മാവ് പോകുമ്പോൾ നമ്മളൊക്കെ ആത്മാവ് എവിടെല്ലാം പോകുന്നുണ്ട്. രാത്രി ഉറങ്ങിക്കിടന്ന് നമ്മൾ ചിലപ്പോൾ അമേരിക്കയിലെത്തിന്, ലണ്ടനിലെത്തിന്, പല സ്ഥലത്തും എത്തുന്നു. അപ്പൊ ആത്മാവ് പോകുക എന്നുള്ളതല്ല. പിന്നെ റസൂലുള്ളാഹിന്റെ ശരീരത്തിന് എത്തിക്കപ്പെട്ടിട്ടില്ല എന്ന് ആയിഷ ബീവിയൊക്കെ പറഞ്ഞാൽ അതിനർത്ഥം അവിടെ റസൂലുള്ളാഹിന്റെ ശരീരം അവിടെ ഉണ്ടായിരുന്നു, റസൂലുള്ളാഹിന്റെ ശരീരം ഇവിടുന്ന് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ശരീരം മാത്രം പോയിട്ടില്ല എന്നാ, ശരീരവും ആത്മാവ് ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ അന്ന് തന്നെ വിശ്വസിച്ചു ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജസദും റസൂലുള്ളാഹിന്റെ റൂഹും രണ്ടും കൂടിയാണ് ആ ബഹിരാകാശ സഞ്ചാരം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് നമുക്കത് സാക്ഷി അതിനെ ശക്തിപ്പെടുത്തുന്നതായ പല സംഭവങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. ബഹിരാകാശ സഞ്ചാരം പല പേടകങ്ങളിലും മറ്റുമായി പലരും നടത്തുന്നില്ലേ. അതിനേക്കാൾ അപ്പുറമുള്ള സഞ്ചാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത്. അതുകൊണ്ട് ആ ദിവസത്തിനെ ബഹുമാനിക്കണം. ആ ദിവസത്തിനെ എങ്ങനെ ബഹുമാനിക്കുക? അന്നത്തെ രാത്രിനെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുക, പകലിനെ നോമ്പ് കൊണ്ട് ധന്യമാക്കുക. അതുകൊണ്ടാണ് റജബ് 27 നമ്മൾ നോമ്പ് വിൽക്കുന്നത്. ഇപ്പോൾ അതിന്റെ ഹദീസ് വലിയ ദഈഫാണോ അല്ലേ എന്നുള്ളതല്ല, ഹദീസ് കൊണ്ടല്ല നമ്മൾ അമൽ ചെയ്യുന്നത്. വമൻ യുഅസിം ശഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ മഹാന്മാരാവുന്നതായ വ്യക്തികൾ ബഹുമാനിക്കപ്പെടേണ്ടവരെ തന്നെ അവരെ നമ്മൾ ബഹുമാനിക്കണം. ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കളെ ബഹുമാനിക്കണം. ഇതൊക്കെ ദീനിന്റെ അടിസ്ഥാനമാണ്. അപ്പൊ ആ നിലക്ക് പരസ്പര ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായി കൊണ്ടിട്ട് മഹാന്മാരാവുന്ന ആളുകളെ ബഹുമാനിച്ചു കൊണ്ടിട്ട്, നിങ്ങൾ ഉസ്താദന്മാരെ ബഹുമാനിച്ചുകൊണ്ട്, ഉസ്താദന്മാരെ ബഹുമാനിച്ചുകൊണ്ട്, ഈ ഉമ്മത്തിന്റെ ഉലമാവിനെ ബഹുമാനിച്ചുകൊണ്ട്, ഇവിടുത്തെ സാദാത്യങ്ങളെ ബഹുമാനിച്ചുകൊണ്ട്, ബഹുമാനിക്കപ്പെടേണ്ടതായ പല വ്യക്തികളുണ്ടാവും. അവരൊക്കെ നമ്മൾ ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിച്ചു കൊണ്ടിട്ട്, അത് ബഹുമാനം എന്നുള്ളത് ഒരാളെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ചെറുതാവില്ല. അങ്ങനെ ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്. ഇപ്പോൾ ഒരാൾ വരുമ്പോൾ നമ്മൾ എണീച്ചത് നമ്മൾ ചെറുതാവും, നിങ്ങൾ എണീച്ചേണ്ടെന്നൊക്കെ പറയും ചില ആളുകൾ. അതല്ല, നമ്മൾ ആര് വരുമ്പോൾ ആരും ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ചെറുതാവില്ല, നമ്മൾ വലുതാകെ പിന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ബഹുമാനിക്കേണ്ട വസ്തുക്കളെ ബഹുമാനിച്ചുകൊണ്ട്, ബഹുമാനിക്കേണ്ട വ്യക്തികളെ ബഹുമാനിച്ചുകൊണ്ട്, ബഹുമാനിക്കേണ്ട സ്ഥലങ്ങളെ ബഹുമാനിച്ചുകൊണ്ട്, സമയങ്ങളെ ബഹുമാനിച്ചുകൊണ്ടിട്ട് വിശുദ്ധമാവുന്ന ഇൽമിനിക്ക് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടതായ തഖ്വ, ആ തഖ്വയിൽ അധിഷ്ഠിതമാവുന്ന നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നിങ്ങളിൽ നിന്ന് പകർത്തേണ്ടവരാണ്. നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ മാത്രമല്ല, നിങ്ങളെ അമലുകളും ജനങ്ങൾ നോക്കി പകർത്തേണ്ടവരാണ്. നിങ്ങളെങ്ങനെ നിസ്കരിച്ചു എന്നാണ് ഈ ജനങ്ങൾ നോക്കും. നിങ്ങളെങ്ങനെ ഒതുണ്ടാക്കിയത്? ഒതുണ്ടാക്കാൻ ചിലപ്പോൾ 3 വട്ടം കഴിക്കണമെന്നില്ലല്ലോ. പക്ഷെ നമ്മളങ്ങനെ ചെയ്താൽ 3 വട്ടം തന്നെ കഴിക്കണം. കാരണം ജനങ്ങൾ നമ്മളെ കണ്ടു പഠിക്കുകയാണ്. അപ്പൊ സുന്നത്താവുന്ന ഇബാദത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട സുന്നത്താവുന്ന സംഗതികൾ കൂടി നമ്മൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ മുമ്പുള്ള സുന്നത്തുകൾ ശേഷം സുന്നത്തില്ലെങ്കിൽ അത് വേണ്ട, മുമ്പുള്ള ഇതൊക്കെ നിസ്കരിച്ചു കൊണ്ടിട്ട് നിസ്കാരത്തിൽ ചെല്ലുന്നതായ അദ്കാറുകൾ, ശേഷമുള്ള അദ്കാറുകൾ അതൊക്കെ പരിഗണിച്ചു കൊണ്ടിട്ട് നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് പകർത്തപ്പെടാൻ പറ്റുന്ന, അവരുടെ ജീവിതത്തിൽ അവർക്ക് പകർത്തപ്പെടാൻ പറ്റുന്ന സ്വഭാവ ഗുണങ്ങളൊക്കെ ഉണ്ടാവണം. ആ നിലക്കുള്ളതായ ഉയർന്ന പണ്ഡിതന്മാരായി കൊണ്ടിട്ട് ഈ ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഖിദ്മത്തിൽ നമ്മളെല്ലാവരുടെ ഖിദ്മത്തിനെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം ഈ വരുന്ന 2026 4 മുതൽ 8 വരെയുള്ള തീയതിയിൽ കുറ്റിയിൽ വെച്ചുകൊണ്ട് നടക്കപ്പെടണം. അപ്പോൾ അതിനോട് എല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞാൽ സഹകരിക്കാൻ പറ്റിയ ഓരോ സ്ഥാപനങ്ങളും ആ സ്ഥാപനങ്ങളിലുള്ള കുട്ടികൾക്കൊക്കെ അതിന് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും വേണമെന്ന് പറഞ്ഞാൽ ബസ്സിനായി കൊടുക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ മുമ്പായിട്ട് പരീക്ഷയൊക്കെ കഴിക്കുക, ആ നിലക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.